ഫുക്രിയിലേക്ക് സ്വാഗതം. ഗ്രൂപ്പിൽ ഒന്നാമതായി തന്നെ ബ്രസീൽ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് ബ്രസീൽ തകർത്തുവിട്ടു. കളിയിൽ ഒന്നടങ്കം ബ്രസീലിൻ്റെ ആധിപത്യമായിരുന്നു. ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ 7ാമത്തെ മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൻ്റെ 3ാമത്തെ മിനിറ്റിലും ഗോളടിച്ചു. ഇങ്ങനെ ഇരട്ട ഗോൾ വിനീഷ്യസ് ജൂനിയർ അടിച്ചു. ഇതോടെ ഈ ലോകകപ്പിൽ വിനീഷ്യസിന് 4 ഗോളായി. പിന്നീട് 2ാം പകുതിയുടെ 60ാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുന്യ ഗോളടിച്ചു. ഇതോടെ 3 ഗോൾ എന്ന നിലയിലേക്ക് ബ്രസീൽ മുൻതൂക്കം മാറ്റി. അതിനുശേഷം പിന്നീട് ബ്രസീലിന് ഗോളടിക്കാനായില്ല. കളിയിൽ 75ാമത്തെ മിനിറ്റിൽ സൂപ്പർ താരം നെയ്മർ ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രസീലിന് മാച്ച് പ്രാക്ടീസ് എന്ന നിലയിലേക്ക് തന്നെയാണ് പകരക്കാരനായി നെയ്മറിനെ ഇറക്കിയത്. അതോടുകൂടി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നെയ്മർ കളിക്കാനിറങ്ങി. സ്കോട്ട്ലൻഡിനെതിരെ അദ്ദേഹം സാമാന്യം തെറ്റില്ലാതെ കളിച്ചു. പിന്നീട് അങ്ങോട്ട് കളി പൂർത്തിയാക്കുകയും ചെയ്തു. എന്തായാലും ബ്രസീൽ ആദ്യഘട്ടം ഗ്രൂപ്പ് ഘട്ടം വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അവർ നോക്കൗട്ടിലെത്തിയിരിക്കുന്നു. 2 കളി ജയിക്കുകയും 1 കളി സമനിലയിൽ ആവുകയും ചെയ്തതോടുകൂടി 7 പോയിന്റോടുകൂടിയാണ് അവർ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അവരും മൊറോക്കോയും ഒരേ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ഗോളുകളുടെ വ്യത്യാസത്തിലാണ് ബ്രസീൽ ഒന്നാമതായത്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത്. എന്തായാലും മൊറോക്കോക്കെതിരായ ഒരു സമനില ഒഴികെ ബാക്കി 2 കളികളിലും നല്ല കളിയാണ് ബ്രസീൽ കാഴ്ചവെച്ചത്. ഇപ്പോൾ നെയ്മർ കൂടി ഇറങ്ങിയിരിക്കുന്നു. ഇനി കൂടുതൽ ആത്മവിശ്വാസത്തോടെ ബ്രസീലിനെ നോക്കൗട്ടിൽ കളിക്കാനാകും.